ഹലോ ഡേസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ആ മീൻകറിക്ക് വേണ്ടിയിട്ട് അയിലയാണ് കേട്ടോ എടുത്തേക്കണം. നമുക്ക് ചാളയിലും ഇത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ മീൻകറി. ഒരുപാട് ചേരുവകളൊന്നും ഞാനിതിൽ ചേർക്കണില്ല. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുക്കുക കേട്ടോ. അതിനകത്തേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നാലാണ് മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അയിലയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കണത്. അപ്പം ഇത് നന്നായിട്ട് വെട്ടി കഴുകി എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് മാങ്ങ ചേർക്കുന്നുണ്ട്, ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊട്ടിക്കാനായിട്ട് പറമ്പിലേക്ക് പോവാം കേട്ടോ. ഞാനിന്ന് പച്ചമുളകല്ല ഇടുന്നത്, ഞാൻ കാന്താരി മുളകിൻ്റെ വേറെ ടൈപ്പുള്ളൊരു മുളകാണ് കേട്ടോ ഇടണത്. എനിക്ക് ഈ മീൻകറിയിൽ ഈ മുളക് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചിയും മാങ്ങയും മുളകൊക്കെ കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണ തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടമല്ല, കുറച്ച് കുറുകിയ ടൈപ്പുള്ള മീൻകറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിളയ്ക്കട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് നമുക്ക് ഒന്നും കൂടി വേകുന്ന വരെ തിളപ്പിക്കാം കേട്ടോ. അപ്പം അതേ മീൻ കഷ്ണങ്ങളെല്ലാം കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മീൻകറി റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.